സൂര്യ കോമഡിയുടെ ഇത് ഇപ്പോൾ ശരിയാക്കി തരാം എന്ന പ്രോഗ്രാമിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് നിൽക്കുന്നത് ദ കൊച്ചിൻ കോളേജിലാണ്. ഇവിടെ ഒരുപാട് നടീനടന്മാരുണ്ടെന്നാണ് ഞങ്ങൾ കേട്ടത്. എന്തായാലും നമുക്ക് നോക്കാം. കം. യെസ്, അപ്പോൾ കൊച്ചിൻ കോളേജിൽ ഇന്ന് നമ്മൾ കൊടുക്കാൻ പോകുന്നത് രാക്ഷസ രാജാവ് എന്ന ചിത്രത്തിൽ മണിച്ചേട്ടൻ്റെ ഒരു മാസ് ഡയലോഗാണ്. നമുക്ക് ആ സീനൊന്ന് കണ്ടുപോകാം. മിടുക്കൻ, മിടുമിടുക്കൻ, നീ രാക്ഷസനും രാമനും മനുഷ്യനും ഒക്കെ കൂടി ചേർന്ന് കലിക്ക്. പക്ഷേ 3-ാം ക്ലാസ്സിൽ 3 കൊല്ലം തോറ്റ എന്റെ തലയുടെ ബുദ്ധി IPS നിന്റെ തലക്കില്ലടാ കമ്മീഷണറെ. തേങ്ങ മോച്ചി ചേർന്ന ഗുണശേഖരൻ ഇവിടെ വരെ എത്തി. MLA ആയി, മന്ത്രിയായി, കോടീശ്വരനായി. എക്കന്റെ വാശിയായിരുന്നു, പകയായിരുന്നു. പണം മാത്രമാണ് എന്റെ ഈശ്വരൻ. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും, ആരെയും കൊല്ലും. നിനക്കൊരു പുള്ളി ചെയ്യാൻ പറ്റടാ. കാണോ നിനക്ക് ഗുണശേഖരന്റെ ബുദ്ധി. ഇപ്പോൾ കുട്ടികൾ അവിടെ റെഡിയായി നിൽക്കുകയാണ്. നമുക്കൊന്ന് കണ്ടുപോകാം. കം. യെസ്, അപ്പം മണിച്ചേട്ടൻ്റെ ഡയലോഗുമായി ആദ്യമായ ഉജ്ജ്വല പ്രകടനത്തിന് വേണ്ടി നമ്മുടെ ഉജ്ജ്വൽ എത്തുകയാണ്. ഉജ്ജ്വൽ, പ്ലീസ്. റെഡിയല്ലോ ഉജ്ജ്വൽ? ഉജ്ജ്വൽ ഏതിനാണ് പഠിക്കുന്നത് ഇവിടെ? ഞാനിവിടെ BSc സുവോളജി. നാട് എവിടെയാണ്? പെരുമ്പളം. ഓക്കെ, ആദ്യം തന്നെ കയറി വന്നതിന് ഒരു ബെസ്റ്റ് ഷേക്ക് ഹാൻഡ് തരികയാണ്. അതാണ് കോൺഫിഡൻസ്. തുടങ്ങാം. റെഡി? റെഡി, ക്യാമറ റോൾ, ആക്ഷൻ. മിടുക്കൻ, മിടുക്കൻ, നീയും രാക്ഷസനും രാമനും മനുഷ്യനൊക്കെ കൂടെ കളിക്ക്. 3-ാം ക്ലാസ് 3 വട്ടം തോറ്റ ഈ ഗുണശേഖരൻ്റെ ബുദ്ധിയൊന്നും നിൻ്റെയൊക്കെ IPSന് ചരച്ച തലക്കില്ലടാ കമ്മീഷണറെ. ഗുണശേഖരനായി, മന്ത്രിയായി, ആദ്യം MLA ആയി, മന്ത്രിയായി, പണം ഉണ്ടാക്കി. ഞാനിവിടെ ജീവിക്കണത് പണത്തിന് വേണ്ടി മാത്രമാണ്. അതിനുവേണ്ടി എന്തും ചെയ്യും, ആരെയും കൊല്ലും. പറ്റുമെങ്കിൽ തടയടാ. കാണണ്ടേടാ ഗുണശേഖരൻ്റെ ബുദ്ധി നിനക്ക്. അല്ല, ആ ഡയലോഗ് ഇത്രയും മതി. പക്ഷേ ഇത് കറക്റ്റായിട്ട് അവൻ പ്രസൻറ്റ് ചെയ്തു. ഒന്നുകൂടെ. മിടുക്കൻ, മിടുക്കൻ, നീയും മനുഷ്യനും രാക്ഷസനും രാമനും ഒക്കെ കൂടെ ചേർന്ന് കളിക്ക്. പക്ഷേ ഈ 3-ാം ക്ലാസ് 3 തവണ തോറ്റ ഈ ഗുണശേഖരൻ്റെ ബുദ്ധിയൊന്നും നിന്റെ IPSന് ചരച്ച തലയ്ക്കൊന്നും ഇല്ലടാ കമ്മീഷണറെ. എന്നെ കൊണ്ട് അങ്ങ് പോ, കോളേജിൽ കയറുമോ നീ? പോട്ട്. തേങ്ങ മോഷിച്ച ഗുണശേഖരൻ ഇന്ന് MLA ആയി, മന്ത്രിയായി. ഞാനിവിടെ ജീവിക്കുന്നത് പണത്തിന് വേണ്ടിയാണ്. എന്തും ചെയ്യും, ആരെയും കൊല്ലും. ഗുഡ്. നല്ല ആക്ടിങ് ആയിരുന്നു. അടുത്തതായി എത്താൻ പോകുന്നു കൊച്ചിൻ കോളേജിന്റെ നടൻ അഖിൽ. പോരെ, ഇത്ര ഇൻട്രൊഡക്ഷൻ പോരെ? കണ്ടായിരുന്നല്ലോ ഉജ്ജ്വല പ്രകടനം, കണ്ടായിരുന്നല്ലോ ഉജ്ജ്വലന്റെ? എങ്ങനെ ഉണ്ടായിരുന്നത്? വളരെ നല്ലതായിരുന്നു. ഫസ്റ്റ് ഹാഫ് കൊള്ളായിരുന്നു. ഏതാ ചെറുപ്പക്കാരൻ? ഓക്കെ, അപ്പോൾ ഫുള്ള്, അതായത് ഇപ്പോൾ ഫസ്റ്റ് ഹാഫ് കൊള്ളാന്ന് പറഞ്ഞ സ്ഥിതിക്ക് മൊത്തം പഠിച്ചെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം നിന്നിൽ നിന്ന് ഒരുപാട് പ്രതീക്ഷയാണ് ഞാൻ. അല്ല, ഞാനൊരു നിരീക്ഷകൻ മാത്രം. എടാ, നീ നല്ല കഴിവുള്ളവരാണല്ലോ. നീ ഏതിനാ പഠിക്കുന്നത്? BA ഇംഗ്ലീഷ്. അതല്ല ചോദിച്ചത്, നീ എന്തിനാ പഠിക്കണേന്ന്. മിടുക്കൻ, ബാക്കി എനിക്ക് അറിഞ്ഞൂടാ. ബാക്കി ഞാൻ എന്നാലും പറയും. രാമനും മനുഷ്യനും രാക്ഷസനും കൂടി കളിച്ചു കഴിഞ്ഞിട്ട് എന്താ ചെയ്യാറ്? 3-ാം ക്ലാസ്സിൽ 3 വട്ടം തോറ്റ എന്റെ ബുദ്ധി IPSന് ചരിച്ച നിന്റെ തലക്കില്ലടാ കമ്മീഷണറെ. അത് കൊള്ളാം, അത് വിളിച്ച്. തേങ്ങ കട്ട് തിന്നല്ല, കട്ട് മോഷ്ടിച്ച ഗുണശേഖരൻ ഇന്ന് ഇവിടെ വരെ എത്തി. കട്ടിനെന്തോ എലിയോ? നീ എന്താ കളിയാക്കണ? അവന്റെ ഒരു തമാശ. ഇന്ന് ഇവിടെ വരെ എത്തി. എങ്ങനെ എത്തി? പണം മാത്രമാണ്. അല്ല, അതിനു മുമ്പുണ്ട്. MLA ആയി, മന്ത്രിയായി, മറക്കരുത്, കോടീശ്വരനായി. പണമാണ് എന്റെ ഈശ്വരൻ അല്ലേ? ഓക്കെ, എന്റെ ഭാഷ. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും, ആരെയും കൊല്ലും. നിനക്കൊരു ചുക്കും ചെയ്യാൻ കഴിയില്ല. കാണണോ നിനക്ക് ഗുണശേഖരന്റെ ബുദ്ധി? ഗുണശേഖരൻ ഓടുന്ന പട്ടിക്ക് ഒരു മുമ്പേ അറിയുന്ന ഗുണശേഖരൻ നിനക്ക് കാണണോ? കാണിച്ചരാം. പട്ടി എവിടെ?
നിനക്ക് എന്നെ വേണോ അതോ നീ സ്നേഹിക്കുന്ന നിന്റെ കുഞ്ഞുങ്ങളെ വേണോ? അത് കൊള്ളായിരുന്നു. ഇവനെ എത്രയും പെട്ടെന്നൊന്ന് അപ്പിടിപ്പിക്കണം, അല്ലെങ്കിലേ ഇവിടെ മൊത്തം വെട്ടുകേടാക്കും. കൊള്ളാടെ നന്നായിട്ടുണ്ട്, അതുകൊണ്ടാ പറയുന്നത്. ഇപ്പൊ തന്നെ കുറച്ച് എന്നെ വലിച്ചു കീറല്ലേ? അത് കുഴപ്പമില്ല, അതെന്തായാലും നിന്നെ ഒട്ടിക്ക് വരും. ചേട്ടാ ചേട്ടനാണ് ചേട്ടാ ചേട്ടൻ. മിടുക്കൻ മിടുമിടുക്കൻ മനുഷ്യനും രാമനും രാക്ഷസനും കൂടി ചേർന്ന് കളിക്ക്. നമ്മള് 3-ാം ക്ലാസ്സിലാണ്. 3-ാം ക്ലാസ്സിൽ 3 കൊല്ലം എന്നിട്ട് ഗുണശേഖരന്റെ ബുദ്ധി. അയ്യോ ഗുണശേഖരനല്ല, ഗുണശേഖരൻ കുമാര സംഭവത്തിന്റെ ഓ കുമാരന്റെ മുമ്പിലുള്ള കുമാരന്റെ പിന്നിലല്ലേ തേങ്ങ മോഷ്ടിച്ച് നടന്ന ഗുണശേഖരൻ ഇന്ന് ഇവിടെ വരെ ഗുണശേഖരൻ ഇന്ന് ഇവിടെ വരെ ചിരിക്കല്ലേ? ഇന്ന് ഇവിടെ വരെ ചിരിക്കടാ, ധൈര്യം ഉണ്ടെങ്കിൽ ചിരിക്കടാ. എല്ലാം എന്റെ വാശയായിരുന്നു, എന്റെ പക. പണം മാത്രമാണ് ഈശ്വരൻ. പണം ഈശ്വരനെ മറക്കാൻ പാടില്ല, ഞാൻ മറന്നു. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും, ആരെയും കൊല്ലും. നിനക്കൊരു ചുക്കും ചെയ്യാൻ പറ്റില്ല. കാണണോ നിനക്ക് ഗുണശേഖരന്റെ ബുദ്ധി? എന്ത് പറയുന്നു കമ്മീഷണറെ? ഓടുന്ന പട്ടിക്ക് ഒരു മുമ്പേ അവിടെ നിൽക്കാൻ. കൊള്ളാം, അടിപൊളി. അപ്പൊ നമ്മുടെ ഗുണശേഖരന് ശേഷം ഉണ്ണി വരൂ. ഉണ്ണിക്ക് ഭയങ്കര ഗ്രൗണ്ട് സപ്പോർട്ടാണ് കേട്ടോ. അപ്പം ഒരുപാട് പ്രതീക്ഷയാണ് അവർക്ക്. ഉണ്ണി ഓൾറെഡി കലാരംഗത്തെല്ലാം പ്രവർത്തിക്കുന്നു, ചെറുതായിട്ട് അഭിനയിക്കും. അതാണ്. അപ്പൊ ഇവിടെ ചെറുതായിട്ട് പോരാ, ഇവിടെ ഗംഭീര അത്രക്കൊന്നുമില്ല. എങ്കിലും കുഴപ്പമില്ല, ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. മിടുക്കൻ മിടുമിടുക്കൻ രാക്ഷസനും രാമനും ചന്ദ്രനും ചന്ദ്രനും സൂര്യനും ഉപഗ്രഹങ്ങളും മൊത്തം വേണം. ഉപഗ്രഹം മൊത്തം പറയോ നീ? രാക്ഷസനും രാമനും മനുഷ്യനും ഒക്കെ ചേർന്ന് നീ കളിക്ക്. വെരി ഗുഡ്, അത് നല്ല പവർ ഉണ്ട്. പക്ഷേ 3-ാം ക്ലാസ്സും ഗുസ്തിയാ നടക്കുന്ന എന്നെ നിന്റെ ഈ ഗുസ്തിയല്ലേ 3-ാം ക്ലാസ് 3 വട്ടം തോറ്റ എന്റെ ഈ ബുദ്ധിക്ക് നിന്റെ IPS ബുദ്ധി കാണില്ല. നിന്റെ കൂടെ കിടന്ന ഓടുക. കൊള്ളാം, അത് ബാക്കി കൂടെ പറഞ്ഞു. തേങ്ങ മോഷ്ടിച്ച അയ്യോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. അതൊന്നും സാരമില്ല. അപ്പൊ നമ്മൾ എവിടെ പറഞ്ഞു നിർത്തി? ഗുണശേഖരനാണ് ഇവിടെ ആ സാറ് പറഞ്ഞു. തേങ്ങ മോഷ്ടിച്ചു വന്ന ഗുണശേഖരൻ MLA ആയി, മന്ത്രിയായി, പിന്നെ കോടീശ്വരനായി. നമ്മളെക്കാളും താറേടാ. MLA ആയി, ഡോക്ടറായി, ഡോക്ടറാ, മന്ത്രിയടാ, എഞ്ചിനീയർമാരാക്കും കേട്ടോ. നിർത്തടാ, കുറെ നാളായി കിടന്ന് നീ മുന്നാൾ കളിക്കാൻ തുടങ്ങിയിട്ട്. പണം മാത്രമായിരുന്നു എന്റെ ലക്ഷ്യം. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും, ആരെയും കൊല്ലും. അതിനുള്ള എന്തൊക്കെ ഉണ്ടല്ലേ ഗുണശേഖരന്? ഒന്നുകിൽ നീ എവിടെയോ മാരക പ്രശ്നം ഒപ്പിച്ച് ചാടി, അല്ലെങ്കിൽ നിന്റെ തലയ്ക്ക് എന്തോ കുഴപ്പമില്ല. പണം മാത്രമാണ് എന്റെ ലക്ഷ്യം. കേട്ടോ കമ്മീഷണറെ? കേട്ടേ, കൊള്ളാം, അടിപൊളിയുടെ നല്ല സ്പാർക്കുണ്ട് എനിക്ക്. അങ്ങനെ പവനായി ശവമായി എന്തൊക്കെ ബഹളമായിരുന്നു. റെഡി, 1 2 3 ഗോ. മിടുക്കൻ മിടുമിടുക്കൻ നീ രാക്ഷസനും രാമനും മനുഷ്യനൊക്കെ. മിടുക്കൻ മിടുമിടുക്കൻ നീ രാക്ഷസനും രാമനും മന്ത്രിയൊക്കെയായി മന്ത്രിയെ ഞാൻ ഇത്ര നേരം പൊട്ടന്റെ മുമ്പിൽ സംകൂതിരുന്ന. നീ രാക്ഷസനും രാമനും മനുഷ്യനൊക്കെയായി കളിക്ക്. പക്ഷേ 3-ാം ക്ലാസ്സിൽ 3 വർഷം തോറ്റ ഗുണശേഖരന്റെ ബുദ്ധി IPS ചലച്ചതാകില്ല. നേരെ ചൊവ്വേ പഠിച്ചിരുന്നെങ്കിൽ ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ഈ ഗുണശേഖരന്റെ ബുദ്ധി IPS ചലച്ചലാകില്ല കമ്മീഷണറെ. തേങ്ങാമുറി വിറ്റെന്നോ? തേങ്ങാമുറി ഉണക്കി കൊപ്രാക്കി വിറ്റെന്ന് പറയാം. ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുമ്പേ ഓടുന്നവനാണ് ഈ ഗുണശേഖരൻ. ആ പെങ്കൊച്ചിനെ സമ്മതിക്കണം. മുന്നും പിന്നും നോക്കാതെ ഉള്ള കാര്യം നേരെ കയറി പറഞ്ഞില്ലേ? പറഞ്ഞോളൂ. ഓക്കെ അല്ലേ? ഞാനല്ല പറയണ്ടത്, നീയാണ് പറയേണ്ടത്. മിടുക്കൻ മിടുമിടുക്കൻ രാവണൻ ലക്ഷ്മണൻ കർണൻ നെപ്പോളിയൻ. ലക്ഷ്മണൻ രാവണൻ മനുഷ്യൻ. മിടുക്കൻ മിടുമിടുക്കൻ
എന്താണ് ടൈമിങ് പോയില്ല. അത്രയ്ക്ക് ആവേശം വേണ്ട. രാക്ഷസനും രാമനും മനുഷ്യരൊക്കെ ചേർന്ന് കളിക്കാന്ന് ഞങ്ങൾ കളിക്കാ. മനസ്സിലായ ഞാൻ പറഞ്ഞ ഇപ്പൊ നമ്മളെവിടെ എല്ലാത്തെ കുട്ടിയായി. എല്ലാം ചടപടേന്നായിരുന്നു. എന്താന്ന് നമ്മള് ബ്രാഹ്മണന്മാരാണെന്ന് വിചാരിച്ചോട്ടെ. അയ്യോടാ ഈ ലോകം മാറിപ്പോയി. പാടായിക്കോട്ടെ. ഇവൻ കഥാപാത്രത്തെ മാറ്റുകയാണ് കേട്ടോ. ഒന്നുകൂടെ പോയാൽ കറക്റ്റ് ആവും. 3ാം ക്ലാസ് കളിക്കാ രാക്ഷസൻ രാവനും മനുഷ്യനും ഒക്കെ ഞങ്ങൾ കളിക്കാ. 3ാം ക്ലാസ്സിൽ ഇല്ലെങ്കിൽ ഇല്ലത്തെ കുട്ടി ഇങ്ങോട്ട് വായോ. ഇല്ല അങ്ങോട്ട് പോയട്ടെ. ഉഷ്ണം ഉഷ്ണേന ശാന്തി കൃഷ്ണ എന്നാണല്ലോ ചൊല്ലേ. ഓക്കെ ഒരു ചാൻസ് കൂടി. ശരി, ക്ലിയർ ആയിട്ടൊന്ന് പറഞ്ഞേ. മിടുക്കൻ രാവനും മനുഷ്യനൊക്കെ കളിക്കാ. നീ കളിക്കാ. ഇല്ലം വരുന്നേ. 3ാം ക്ലാസ്സിൽ 3 കൊല്ലം തോറ്റ എന്റെ ബുദ്ധി നിന്റെ ചരച്ച IPS ബുദ്ധിക്ക് പറ്റൂലടാ. ഒരു ഉദാഹരണം പറഞ്ഞല്ലേ. ഉദാഹരണം ഞാൻ മാറ്റിന് പോയിടാ. എക്സ്ട്രാ ഡയലോഗ് കയറാണ് കേട്ടോ. തേങ്ങ മോഷ്ടിച്ചാണ് ഞാൻ ഇന്ന് ഇവിടെ എത്തിയത്. പണമാ അല്ലേ? തേങ്ങ മോഷ്ടിച്ച് ഇത് മണി മോഷ്ടിച്ചില്ലേ? അപ്പൊ അത് പോയാ. ഇത് സ്വന്തം കഥയൊക്കെ അവൻ പറയാണെന്ന് തോന്നുന്നു. തേങ്ങ മോഷ്ടിച്ചാണ് ഞാൻ ഇവിടെ എത്തിയത്. നീയും കള്ളെ ഞാനും കള്ളെ. ഈ അടിയിൽ കൂടുള്ള പണി വായിച്ചിട്ട് നേരെ വാ നേരെ പോ. തേങ്ങ മോഷ്ടിച്ചാണ് ഇന്നിവിടം വരെ എത്തി. മന്ത്രി MLA കോടീശ്വരനായി പണക്കാരനായി ഞാൻ. അറിയോ നിനക്കൊക്കെ? പണമാണ് എന്റെ പണമാണ് എന്റെ ലക്ഷ്യം. അത് മാത്രമാണ് എന്റെ ലക്ഷ്യം. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും. നിനക്കൊക്കെ എന്നെ ശരിക്കും അറിയാൻ പാടില്ല. എടാ നീയൊക്കെ ബോംബെയിലെ അധോലോകമായ ധാരാവി എന്ന് കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടുണ്ട്, പോയിട്ടുണ്ട്. ആരെയും കൊല്ലും. മടിക്കില്ല. എന്തിനും ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ആളല്ല ഞാൻ. അത് പോട്ടടാ രാമു. അല്ല പിന്നെ കാണണോ നിനക്ക് ഈ ഗുണശേഖരന്റെ ബുദ്ധി? എന്തു പറയുന്നു കമ്മീഷണർ? ഓടുന്ന പട്ടിക്ക് ഒരു ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുമ്പേ എറിയുന്ന ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുമ്പേ എറിയുന്ന ഗുണശേഖരനായി ഞാൻ. എല്ലാത്തിനും കാണിച്ചു ഇങ്ങനെ പേടിക്കലടാ. ഇല്ല മണ്ണു ഇല്ല. ഇതൊന്ന് ഹിന്ദി പാട്ടിൽ മറ്റേ ഡാൻസോ? അത് തനിക്ക് വിവരില്ലാഞ്ഞിട്ടാ. അത് ബുദ്ധിമുട്ടൊക്കെ തോന്നു. അന്നാ അങ്ങനെയല്ല കേട്ടോ. കളിക്ക് അല്ല ആദ്യം മിടുക്കൻ. സോറി മിടുക്കൻ. എല്ലാരും ശ്രദ്ധക്ക് എല്ലാരും എന്നെ സപ്പോർട്ട് ചെയ്യണം. ഓക്കേ, സ്റ്റാർട്ട് ക്യാമറ റോളിംഗ് സർ. ആക്ഷൻ. മിടുക്കൻ. ഞാൻ കളിക്കാം. ഓടുന്ന എന്ത് പട്ടിയായിരുന്നു? ചാവലിപ്പട്ടിയാണ്. ഓടുന്ന പട്ടിക്ക് ഒരു മുഴുവൻ മുമ്പേ എറിയുന്ന ഗുണശേഖരനാണ് ഞാൻ. അറിയോ? എന്താ മച്ചാനെ? ഓക്കെ, വെരി ഗുഡ്. നല്ലൊരു കൈയ്യടി കൊടുക്കാം അവര്. അപ്പൊ ഇല്ലത്തെ കുട്ടിക്ക് ശേഷം ആൻമേരി ഇങ്ങോട്ട് വരിക. റെഡി, ആക്ഷൻ. മിടുക്കൻ മിടുമിടുക്കൻ. നമുക്കായി നോക്കി പറ. മിടുക്കൻ മിടുമിടുക്കൻ. നമുക്കൊക്കെ നാണം വരെ ഇങ്ങനൊക്കെ കാണിച്ച. രാക്ഷസനും രാക്ഷസനും രാവണനും മനുഷ്യനും ഒക്കെ ചേർന്ന് കളിക്കാനും കളിച്ച് 3ാം ക്ലാസ് തോറ്റ് തൊപ്പിട്ട് മിടുക്കൻ മിടുമിടുക്കൻ. 3ാം ക്ലാസ് തോറ്റ് തൊപ്പിയിട്ട് കുതിരപ്പുറത്ത് മറ്റേ ഗണ്ണ് വെട്ടിട്ടാണ്. എന്റെ കർത്താവ് ഈശോ മിശിഹായേ, ഈ കുരുത്തം കെട്ടോ 7ാം പ്രമാണം തെറ്റിക്കാൻ തുടങ്ങിയല്ലോ. 3ാം ക്ലാസ് തോറ്റ അഹങ്കാരമൊന്നും എനിക്കില്ല. അഹങ്കാരത്തിൽ തോറ്റോ? തല്ലും പിടി ഒഴിഞ്ഞ നേരം ഉണ്ടായിട്ടില്ലെങ്കിലും നിന്നെ ഞങ്ങൾക്ക് ഇഷ്ടായിരുന്നു മോളെ. ഇതാരാ? ഇത് മമ്മൂക്ക കേട്ടോ. അപ്പൊ റെഡി, 1 2 3 ഗോ. മിടുക്കനും മിടുമിടുക്കനും. ഒരുപാട് പേരെ ചേർക്കുകയാണോ? കഥാപാത്രങ്ങൾ ഒരുപാട് ആക്കുകയാണ്. മിടുക്കൻ മിടുമിടുക്കൻ. രാക്ഷസനും രാമനും മനുഷ്യരൊക്കെ ചേർന്ന് കളിക്ക്. 3 വർഷം തോറ്റ. കറക്റ്റ് തന്നെ. 3 വർഷം തോറ്റ. 3 വർഷം തോറ്റ എന്റെ ബുദ്ധിക്കൊന്നും IPS ചേർന്ന് പണിയല്ല ഇതൊന്നും അല്ലേ?
IPS ചേർന്ന പണിയല്ലടാ. എടോ ഇതൊക്കെ ഒരു തരം ജന്മവാസനയാ. അതില്ലാത്തവൻ ഇങ്ങനെ ഓരോ ശിഞ്ചികവും കൊണ്ട് നടക്കും. മിടുക്കൻ മിടുമിടുക്കൻ രാക്ഷസനും രാമനും മനുഷ്യരൊക്കെ ചേർന്ന് കളിക്ക്. 3-ാം വർഷം 3 കൊല്ലം തോറ്റ എന്റെ 3-ാം ക്ലാസ്സിലെന്താ? 3-ാം ക്ലാസ് 3 വർഷം തോറ്റ എന്റെ ബുദ്ധിയൊന്നും IPSന് ചേർന്ന ചെരച്ച നിന്റെ തലക്ക് കിട്ടും. IPSന് ചേർന്ന ചേർന്ന ചരിത്രം അതേത് ചരിത്രം? IPSന് ചേർന്ന നിന്റെ 3-ാം ക്ലാസ് 3 വർഷം തോറ്റ IPSന് ചേർച്ച. ഇതൊക്കെ കേൾക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഓടുന്ന പട്ടിക്ക് 1 മുഴം മുന്നേ ഓടുന്നവനാണ് ഗുണശേഖരൻ. 2 പ്രാവശ്യം പറഞ്ഞു ഞങ്ങള്. സബാഷ്. റെഡിയല്ലേ? മിടുക്കൻ തൊട്ട് അങ്ങോട്ട് തുടങ്ങിയാലോ? മിടുക്കൻ മിടുമിടുക്കൻ നീ രാക്ഷസനും രാമനും മനുഷ്യരൊക്കെ ചേർന്ന് കളിക്ക്. 3-ാം ക്ലാസ് 3-ാം ക്ലാസ്സിൽ 3 കൊല്ലം തോറ്റ എന്റെ ബുദ്ധി. തേങ്ങ മോഷ്ടിച്ച് ഇവിടം വരെ എത്തി ഗുണശേഖരൻ. തേങ്ങ മോഷ്ടിച്ച് നടന്ന ഗുണശേഖരൻ ഇന്ന് MLA ആയി, മന്ത്രിയായി, കോടീശ്വരനായി, എല്ലാമായി. പണമാണ് എന്റെ ലക്ഷ്യം. പണത്തിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യും? ആരെയും കൊല്ലും. നിനക്കൊന്നും ഒരു പുല്ലും ചെയ്യാൻ പറ്റില്ല. കാണണോ? ഓടുന്ന പട്ടിക്ക് 1 മുഴം മുമ്പേ എറിയുന്നവനാണ് ഗുണശേഖരൻ. ഗുണശേഖരന് കിട്ടേണ്ടതാ. ഗുണശേഖരന് കിട്ടുന്നുണ്ടല്ലോ. തേങ്ങ മോഷ്ടിച്ച് നടന്ന ഗുണശേഖരൻ ഇന്ന് MLA ആയി, മന്ത്രിയായി, കോടീശ്വരനായി, എല്ലാമായി. പണമാണ് എല്ലാം. പണമാണ് എന്റെ ലക്ഷ്യം. പണമാണ് എന്റെ ലക്ഷ്യം. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യും? ആരെയും കൊല്ലും. നിനക്ക് കാണണോ? കമ്മീഷണറെ. ഓടുന്ന പട്ടിക്ക് 1 മുഴം മുമ്പേ എറിയുന്നവനാണ് ഈ ഗുണശേഖരൻ. അത്രേ ഉള്ളൂ. ഓക്കെ, റെഡിയല്ലേ? തകർക്കാൻ പോവുകയാണ്. അപ്പം റെഡി, ക്യാമറ. മിടുമിടുക്കൻ നീ രാമനും രാക്ഷസനും മനുഷ്യനും ചേർന്ന് അതാണ് മൂവ് ചെയ്യാം കേട്ടോ. ആ എക്സ്പ്രഷൻ ഫേസ് ചെയ്യണം. നോട്ടെ, എക്സ്പ്രഷൻ നോക്കട്ടെ. ഓക്കെ, വരട്ടെ. മിടുമിടുക്കൻ നീ രാക്ഷസനും രാമനും മനുഷ്യരെന്ന് കൽക്കി. ഓക്കെ. 3-ാം ക്ലാസ്സിൽ 3 കൊല്ലം തോറ്റ എന്റെ തലയുടെ ബുദ്ധിയൊന്നും തലയുടെയൊക്കെ ടച്ച് ചെയ്ത് പറയാം. തലയുടെ ബുദ്ധിയൊന്നും IPS ചരച്ച നിന്റെ തലക്കില്ലടാ കമ്മീഷണറെ. തേങ്ങ മോഷ്ടിച്ചടന്ന് നമ്മളെ ആക്ഷനിൽ കാണിക്കണം. തേങ്ങ മോഷ്ടിച്ചടന്ന ഗുണശേഖരൻ ഇന്നിവിടം വരെ എത്തി. MLA, മന്ത്രിയായി, കോടീശ്വരനായി. തിരിച്ചോണ്ട് പറയാം, ദേഷിച്ചു വേണം പറയാം. ഓടുന്ന പട്ടിക്ക് 1 മുഴം മുമ്പേ എറിയുന്നവനാണ് ഈ ഗുണശേഖരൻ. ഇനി പറ, നിനക്ക് നിന്നെ വേണോ, നിന്നെ പ്രിയപ്പെട്ട ജീവൻ വേണോ? അത് പൊളിച്ചടാ. നല്ല ബുദ്ധിയുള്ളവരാണ് കേട്ടോ. അഖില എനിക്ക് ഉറപ്പാണ് ഇവനിത് കംപ്ലീറ്റ് പഠിച്ചിട്ടാണ് വരുന്നത്. ഫുൾ കോൺഫിഡൻസിലാണ് അല്ലേ? ആക്ഷൻ. മിടുക്കൻ നീ രാക്ഷസനോ മനുഷ്യനോ എന്നും ആയിക്കോട്ടെ. അയ്യോ, ഒന്നുകൂടെ. അടിപൊളി. നീ രാക്ഷസനും മനുഷ്യനും രാമനും ഒക്കെ ചെയ്ത് കളിക്ക്. പിന്നെ 3-ാം ക്ലാസ്സിൽ തോറ്റ 3 കൊല്ലം 3-ാം ക്ലാസ്സിൽ തോറ്റ എന്റെ അടുത്ത് വേണ്ട ഈ കമ്മീഷണറെ. എന്റെ ബുദ്ധിക്ക് 3-ാം ക്ലാസ്സിൽ 3 കൊല്ലം തോറ്റ എന്റെ തലയുടെ ബുദ്ധിക്ക് അത്ര വരില്ല. IPS ധരിച്ച നിന്റെ തലക്ക് കമ്മീഷണറെ. തേങ്ങാമോഷണ ഗുണശേഖരൻ ഇന്നിവിടം വരെ എത്തി. നമ്മൾ തമ്മിൽ എന്തിനാ തർക്കം? നമുക്ക് സാറിനോട് നേരിട്ട് ചോദിക്കാമല്ല. സാറിന്റെ മുമ്പിലാണോ ഗു, പിമ്പിലാണോ ഗു? നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടത്? ശരിയാ, നമ്മളിവിടെ ഗു അന്വേഷിച്ച് വന്നല്ലേ. തേങ്ങാമോഷണി ചേർന്ന ഗുണശേഖരൻ ഇന്നിവിടം വരെ എത്തി. പണക്കാരനായി, കോടീശ്വരനായി, MLA, മന്ത്രിയായി. പിന്നെ എന്തിനേറെ പറയുന്നു? പണമാണ് എന്റെ ലക്ഷ്യം. അതിന് ഞാൻ എന്ത് ചെയ്യും? കൊല എന്ത് വേണേലും ചെയ്യും. നീ ആരാണ് കമ്മീഷണറെ ചോദിക്കാൻ? കൊല്ല അതൊക്കെ കൊള്ളായിരുന്നു. ഇനി ഓടുന്ന പട്ടി അത് പറഞ്ഞില്ല. എന്തു പറയുന്ന കമ്മീഷണർ? ഓടുന്ന പട്ടിക്ക് 1 മുഴം മുമ്പേ അറിയുന്നതാണ് ഈ കോണശേഖരൻ. മിടുക്കൻ നീ മനുഷ്യനോ മൃഗമോ രാമനോ മനുഷ്യനോ എന്തുമായിക്കോട്ടെ കളിക്ക നീ. എന്റെ പേര് ഗുണശേഖരൻ. 3-ാം ക്ലാസ്സിൽ 3 കൊല്ലം തോറ്റ എന്റെ തലയുടെ ബുദ്ധിക്കത്രം വരില്ലടാ നിന്റെ IPS തലക്ക്. കമ്മീഷണറെ, 3-ാം ക്ലാസ്സിൽ 3 കൊല്ലം തോറ്റ് പിന്നെയും പഠിച്ചിട്ട് ഞാൻ പിന്നെയും തോറ്റി. അറിയോ നിനക്ക്? പിന്നെ തേങ്ങ മോഷ്ടിച്ച് കിടന്ന ഗുണശേഖരനെ മാത്രം നിനക്ക് അറിയുള്ളൂ. കൊല്ലും കൊലയുമായിട്ട് കിടന്ന ഈ ഗുണശേഖരനെ നിനക്ക് അറിയില്ലടാ കമ്മീഷണറെ. എന്ത് പറയുന്ന കമ്മീഷണർ? ഇതിപ്പോ പണമേറെയായി പോയല്ലേ? എന്ത് പറയുന്ന കമ്മീഷണർ? ഓടുന്ന പട്ടിക്ക് 1 മുഴം മുമ്പേ എറിഞ്ഞേറാ ഈ ഗുണശേഖരൻ. ഓക്കെ, മതി. അടിപൊളി. അല്ല, കുഴപ്പമില്ല. സ്ക്രിപ്റ്റൊക്കെ നീ മാറ്റിയെങ്കിലും കുഴപ്പമില്ല, രസമുണ്ട്. ഓക്കെ, അപ്പം റെഡിയല്ലേ? മിടുക്കൻ
രാക്ഷസനും രാമനും മനുഷ്യനും ഒക്കെ ചേർന്ന് കളിക്ക്. പക്ഷേ 3-ാം ക്ലാസ്സിൽ 3 കൊല്ലം തോറ്റ എൻ്റെ തേങ്ങ മോഷ്ടിച്ച് നടന്ന ഗുണശേഖരൻ ഇന്നിവിടം വരെ എത്തി. MLA ആയി, മന്ത്രിയായി, കോടീശ്വരനായി. പണം മാത്രമായിരുന്നു എൻ്റെ ലക്ഷ്യം. പണത്തിന് വേണ്ടി ഞാൻ എന്തും ചെയ്യും, ആരെയും കൊല്ലും. വിഷമിക്കാതിരിക്കും. ഓടുന്ന വട്ടിക്ക് 1 മുഴം മുന്നേറിയുന്നവനാണ് ഈ ഗുണശേഖരൻ. കാണണോ നിനക്ക് കമ്മീഷണറെ? ഇതിന്റെ നമ്മളൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൂടി ഇടാം. രാരീ രാരീരം രാരോ. പക്ഷേ 3-ാം ക്ലാസ്സിൽ 3 കൊല്ലം തോറ്റ എന്റെ തലയുടെ ബുദ്ധിയൊന്നും IPS നിന്റെ തലക്കില്ലടാ കമ്മീഷണറെ. തേങ്ങ മോഷിച്ചടന്ന ഗുണശേഖരൻ ഇന്നിവിടം വരെ ആയി. MLA ആയി, മന്ത്രിയായി, കോടീശ്വരനായി. പണം മാത്രമായിരുന്നു എന്റെ ലക്ഷ്യം. പണത്തിന് വേണ്ടി ഞാൻ എന്തും ചെയ്യും, ആരെയും കൊല്ലും. കാണണോ നിനക്ക്? ഓടുന്ന വട്ടിക്ക് 1 മുഴം. പാട്ട് പാടിട്ടുണ്ട്. ഓടുന്ന കാരണം എന്തായാലും മമ്മൂട്ടി ഉറങ്ങി, നല്ലോണം ഉറങ്ങട്ടെ. പറഞ്ഞു നോക്ക്, പറയാൻ പറ്റും. ഓടുന്ന വട്ടിക്ക് 1 മുഴം. അപ്പോൾ എല്ലാ കുട്ടികളും അടിപൊളിയായിട്ട് തന്നെ മത്സരിച്ചു. എങ്കിലും നമ്മളെ ഏറ്റവും കൂടുതൽ എൻ്റർടൈൻ ചെയ്ത ഇല്ലത്തെ കുട്ടിക്കാണ് ഫസ്റ്റ് കൊടുക്കാൻ പോണത്. ആദിൽ, ഹാപ്പി അല്ലേ? നീ അടിപൊളിയായിട്ട് ആ സ്ക്രിപ്റ്റിനെയൊക്കെ വേറെ തലത്തിലെത്തിച്ചു, ഭയങ്കരമായി നമ്മളെ എൻ്റർടൈൻ ചെയ്യിപ്പിച്ചു. അപ്പം നിനക്ക് തന്നെ ഇരിക്കട്ടെ നമ്മുടെ ഇന്ത്യാസ് നമ്പർ 1 ഡിജിറ്റൽ ഹോം അപ്ലയൻസ് റീറ്റെയിൽ കമ്പനിയായ മൈജി ഫ്യൂച്ചർ നൽകുന്ന ഒരു അടിപൊളി ഗിഫ്റ്റ്. ഹാപ്പി അല്ലേ നീ? വളരെ പവർഫുള്ളായിട്ടുള്ള അടുത്ത ആളിനെ വിളിക്കുകയാണ് ഉണ്ണി. നല്ല ആക്ടിങ് ആയിരുന്നു. അപ്പോൾ ഇത് ഗുണവും മണവും രുചിയുമുള്ള കായം, അതായത് BB കായം നൽകുന്ന അടിപൊളി ഒരു ഗിഫ്റ്റാണ്. ഹാപ്പി അല്ലേ? അഖിൽ റിസ്വിൻ. അഖിൽ റിസ്വിൻ, നിനക്കൊരു അടിപൊളി ഗിഫ്റ്റ് ഉണ്ട്. തോട്ട്ഫുള്ളി ടേസ്റ്റി ജെല്ലി സ്വീറ്റ് കിഫക്റ്റ് കുക്കീസ് നൽകുന്ന അടിപൊളി ഗിഫ്റ്റാണ്. ഓക്കെ, ഹാപ്പി? ഓക്കെ, അടുത്തത് നമ്മൾ വേദിയിലേക്ക് വിളിക്കുന്നു പൃഥ്വി. നിനക്ക് പറ്റിയൊരു ഗിഫ്റ്റാണിത്. ഇന്ത്യാസ് നമ്പർ 1 ഹെയർ കെയർ ബ്രാൻഡായ ലീവ്സ് നൽകുന്ന ഹെയർ ഓയിലാണ്. മുടിയൊക്കെ തഴച്ച് വളരും അങ്ങോട്ട് കേട്ടോ. ഹാപ്പി അല്ലേ? അടുത്തതായി വിളിക്കുന്നു ശ്രാവൺ. ഇവിടെ ഇരിക്കും ശ്രാവൺ. അപ്പോൾ ശ്രാവണിന് ദാണ്ട് അടിപൊളി ഒരു ഫിയസ്റ്റോൺ ടേസ്റ്റ് സിറ്റീസ് മാസ്റ്റർ ഷെഫ് നൽകുന്ന നല്ലൊരു ഗിഫ്റ്റാണ്. ഹാപ്പി അല്ലേ? ഓക്കെ, നമ്മുടെ ഉണ്ണിയുടെ സംഘത്തിൻ്റെ മനോഹരമായ ഒരു പാട്ടോടുകൂടി നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ഉണ്ണി റെഡി അല്ലേ? റെഡി. അന്നൊരു നാള് പാത്തുമോളെ ഉമ്മയരികിൽ നിന്നു കൊഞ്ചി ഉമ്മ എനിക്കിന്നൊരാശയാണ് ഉപ്പുന്നാര പൂമാര കാഴ്ച കാണാ ചെമ്പക പൂമേനിയാണ് ചന്ദന തളീരാസലളിതം ചന്ദ്രോദയത്തിൻ്റെ കാന്തിയാണ് അവൾ ചാരുറ്റ താരുണ്യ രാഗമാണ്.